അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തല അജിത്ത് അല്ല AK അല്ല അജിത് കുമാറിൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ പടമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇത് ആക്ച്വലി നമ്മുടെ മാർക്കാനിയുടെ ഡയറക്ടർ അതിക് ജോയ്ചന്ദ്രനാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഇവരുടെ ഇതിനു മുമ്പ് ഈ ടീസർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 2 ചെറിയ ടീസർ ഉണ്ടായിരുന്നു. തൃഷയാണ് നായിക, ഇതിലും തൃഷയാണ് നായിക, അങ്ങനെ പറയും. ഇതിലും തൃഷയാണ് നായിക. സോ നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടോ. ഇതിനു മുമ്പ് ഈ ടീസർ ഇറങ്ങുന്നതിന് മുമ്പില്ലേ പുള്ളിയുടെ ഫേസ് കാണിക്കാതെ കുറച്ച് ടീസർ ഉണ്ടായിരുന്നു. ടീസർ വരും ടീസറിന് വേണ്ടി ഒരു അനൗൺസ്മെന്റ് ചെയ്തു. സോ നമുക്കപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കളറായിട്ടുണ്ടല്ലോ. റെഡ് ഡ്രാഗൺ, വീണ്ടും ഡ്രാഗൺ തമിഴ്നാട്ടിൽ അനമോർഫിക് ആണല്ലോ. ആണോ മറ്റേ ചെറുപ്പമാണ് അത് ദേജിക്കാന്നോ അല്ലേ? താടി ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അല്ല, ഇവിടെ മാത്രം ഒരു ബ്ലാക്ക് വെച്ച് ഇതുണ്ടാ കാല് കെട്ടായി പോകുന്നു. ഡാർക്ക് അതോ സുബാൻ കേസരി. ഏപ്രിൽ 10 ഏപ്രിൽ 10 മമേ എന്നാണ് പറയുന്നത്. ആക്ച്വലി മാർക്ക് ആൻ്റണി ചേട്ടൻ കണ്ടോ പടം? ഇല്ലല്ലോ, മാർക്ക് ആൻ്റണി ഞാൻ തിയേറ്ററിൽ കണ്ട. ട്രെയിലർ ഇല്ല, നമ്മളാ സമയത്ത് ഇല്ല നമ്മൾ ആക്ച്വലി മാർക്ക് ആൻ്റണി തിയേറ്ററിൽ കണ്ടപ്പം നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹൈ ഉണ്ട് മാർക്ക് ആൻ്റണിയുടെ ട്രെയിലറിന്. അങ്ങനെ തിയേറ്ററിൽ പോയിരുന്നോ? തിയേറ്ററിൽ സിനിമ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ മറ്റേ പൊട്ടയെന്ന് പറഞ്ഞ പടം അങ്ങ് പോവാം. ആ സ്പീഡിൽ പോകണം. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം പീക്കടിക്കും. നമുക്ക് ചെവിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ ആ അസ്വസ്ഥതയുടെ കൂട്ടത്തിൽ തിയേറ്ററിനകത്ത് ഈ ഓളമുണ്ട്. ഒരു ഭയങ്കര എൻ്റർടൈനർ ആയിരുന്നു. അതായത് നമ്മുടെ സൂര്യ വന്ന് കഴിയുമ്പോഴത്തേനും പടം അങ്ങ് പുള്ളി എടുക്കും. പിന്നെ വിശാൽ സൈഡാണ്. പിന്നെ പടം പുള്ളി ഓടിക്കുന്നത്. കുറേ ഹ്യൂമറും പിന്നെ ഫുള്ള് ഒരു ആക്ഷൻ കോമഡി പടമാണ്. അത് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്തൊരു പടമാണ് മാർക്ക് ആൻ്റണി. സോ അതേ പാറ്റേൺ ആണ് ഇത് കാണുമ്പോഴും മാർക്ക് ആൻ്റണിയുടെ സെയിം വൈബിൽ തന്നെയാണ് പുള്ളി ഈ പടം ചെയ്തേക്കുന്നത് തോന്നുന്നു. അതെ ഇത്ര എനിക്കൊന്ന് മങ്കാത്തലല്ല പുള്ളിയെ ഒരു രീതിയിലല്ലേ പ്രസന്റ് ചെയ്യുന്നത്. വളരെ ഇതിൽ മറ്റേ ചെറുപ്പം കാണിക്കുന്നത് കണ്ടോ? അത് കൊള്ളായിരുന്നല്ലേ പുള്ളി അങ്ങനെ കാണും. പിന്നെ ബില്ലാ ലുക്ക് ഉണ്ട്. ആ ഇടയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന ബില്ലാ ലുക്ക് ഉണ്ട്. ഇതും ഇനി മറ്റേ ടൈം ട്രാവലിംഗ് ടൈം മെഷീൻ പരിപാടിയാണ് അറിയത്തില്ല. പക്ഷേ രസമുണ്ട് ഇത് കാണാൻ. അതായത് മറ്റേ തിയേറ്ററിൽ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ പുള്ളിക്കിപ്പം ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് നേരെ മറ്റേ വഴിക്ക് പോയി. അതിനകത്ത് ഒരു കാർ കറക്കുന്ന ഉണ്ട്. അതൊക്കെ അതാ പറഞ്ഞത്. എല്ലാം AK വേണ്ട സാധനങ്ങൾ, AK ഫാൻസ് വേണ്ട സാധനങ്ങളെല്ലാം ഇനി ഷൂട്ടും അടുത്തു, ഇതിന്റെ കാശം തിരിച്ചു തന്നേക്കാം, എന്നെ വിട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്കും സാർ നാളെ കാറിന്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കാറത്ത് ഇറങ്ങി 10 ദിവസം നിൽക്കുക. അങ്ങനെ പറഞ്ഞായിരിക്കും നിർത്തിയിരിക്കുന്നത് അല്ലേ? ഇതിൽ യശസൂര്യ ഉണ്ടോ? അതിനകത്ത് യശസൂര്യ ഉണ്ടെന്ന് പറഞ്ഞു. വില്ലനായിട്ടേ കുറച്ച് നായകന്മാർ തന്നെ കുറച്ച് ലിസ്റ്റ് ഉണ്ട് വേറെ. ഇവ ട്രെയിലർ വരുമ്പോൾ അറിയത്തുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. ഇതിപ്പോൾ മൊത്തം AK ആണല്ലോ ഫുൾ ഷോട്ട്. AK മയമാണ് മൊത്തത്തിൽ. അതെ, അതായത് ഇപ്പോൾ വിടാമുയർച്ചയ്ക്ക് ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ടല്ലോ, ഏതാ അവരുടെ ഫാൻസുകാർക്ക്, അത് അവർക്ക് ഇതിനകത്ത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വൈബ് ഉണ്ട് മൊത്തത്തിൽ. പക്ഷേ ഇതിനകത്ത് ഗുഡ് ബാഡ് അഗ്ലി മറ്റേതുപോലെ 3 ക്യാരക്ടേഴ്സ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ. ഇത് എല്ലാം അതിൻ്റെ പല മുഖങ്ങളായിരിക്കും. പറയാൻ പറ്റത്തില്ല. അതിക് ജോയ്ചന്ദ്രൻ ഒരുപാട് ചിന്തിക്കൂല. ഒരു ജനറൽ ഓഡിയൻസിന് വേണ്ട. മറ്റേ ഞങ്ങളങ്ങ് എക്സ്ട്രീം ആകുന്ന ഒരു സംഭവം ഞങ്ങൾ പ്രസന്റ് ചെയ്യുമെന്ന് വളരെ ബോൾഡായിട്ടുള്ള സംഭവമല്ലേ. എന്നിട്ട് പിന്നെ തെറി പറയും, പക്ഷെ അത് ഞങ്ങൾ മ്യൂട്ട് ചെയ്യും. ഇങ്ങനെ വായിക്കാത്തെന്തോ ഇടുന്ന കാണിക്കാതെ ഞങ്ങളിങ്ങനെ മറച്ച് കാണിക്കാം. അതിങ്ങനെ അഭിനയിച്ചാൽ മതിയല്ലോ. സുബാൻ കേസരിയുടെ പരസ്യത്തിൽ അജിത്തും സുബാൻ കേസരി സംഭവം കൊള്ളാം. ചുമ്മാ അതിന് ട്രെയിലർ ആട്ടെ. ഇത് ഫണ്ണാണ്. ഈ മ്യൂസിക് ജി പ്രകാശ് കുമാർ ആയിരുന്നു. മാർക്ക് ആൻ്റണിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും കിട്ടില്ല സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതും തിയേറ്റർ വൈബിനുള്ള സാധനമാണ്. ഫാൻസുകാരോടെ കാണേണ്ട പടം. നമ്മൾ നമ്മുടെ മറ്റേ ലോജിക്കും പരിപാടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അജിത്തിൻ്റെ ഫാനായിട്ട് തിയേറ്ററിൽ കയറിയിരിക്കാമെങ്കിൽ ബഹളമായിരിക്കും. നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് കണ്ടുകൊണ്ടിരിക്കും. അജിത് സാറിനെ കണ്ടാൽ വേറെ ലുക്ക്, അതായത് ഫുൾ വൈറ്റിന്റെ ഇടയ്ക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു താടിയാണ്. പിന്നെ ഈ പടത്തിൽ പുള്ളി കുറച്ചുകൂടെ ഇതായി സ്ലിമ്മായി. അതായത് പുള്ളി അത് മറ്റേതിലും കുറച്ച് വണ്ണം കുറച്ച് അതാ മറ്റേ റേസിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഷെഡ്യൂളിൽ പുള്ളി ഭയങ്കരമായിട്ട് ആ റേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ബോഡി കുറച്ച് ഇത് ചെയ്തു. അപ്പോൾ ആ സമയത്തുള്ള പടങ്ങൾ ഇത് രണ്ടും ബാക്ക് ടു ബാക്ക് ഷൂട്ടൊക്കെ നടന്നതാണ്. എനിക്കൊന്ന് ആ യങ്ങർ വേർഷന് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ട്. എന്തായാലും പിന്നെ പറഞ്ഞല്ലോ മറ്റേ കൊറിയൻ പടം ഉണ്ടല്ലോ മറ്റേ കോപ്പാൻ, അതിൻ്റെ ഒരു ഇതാണ്. ഇത് മറ്റേ കുറച്ച് ട്രോളൊക്കെ വന്നായിരുന്നു. ഗാങ്സ്റ്റർ കോപ്പ് ഡെവലപ്പ് പോലെ ഇതിലിങ്ങനെ 3-4 ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇത് അജിത്ത് തന്നെ ഇത് 3 ചെയ്തായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നായിരുന്നു. ട്രോള് വീഡിയോ പോലത്തെ സാധനം വന്നായിരുന്നു. കൊള്ളായിരുന്നത്. നമ്മൾ ആലോചിക്കും ചിലപ്പോൾ അതിനെ എടുത്തിട്ട് ഇങ്ങനൊരു ആക്ഷൻ കോമഡി ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്ഷനാണ്. തമിഴ്നാട്ടിലൊക്കെ പിന്നെ ഒന്നും നോക്കാനില്ല, ചുമ്മാ ഹിറ്റ് അടിക്കുന്ന സാധനം. റെയർ ഒക്കറൻസ് ആണ് അജിത്തിന് 2 പടം അടുപ്പിച്ച് വരുന്നു. ടൈമില്ല, അടുത്ത വർഷം പുള്ളി ചെയ്തില്ല. അതുകൊണ്ട് സിനിമയില്ല, ഇനി പുള്ളി നേരെ ഇനി റേസിംഗ് ഓൺലി. റേസിംഗ് ആണ് ഇനി ജീവൻ എന്നുള്ള ലൈനിലായിരിക്കും. ഇപ്പോൾ വിജയമാണെങ്കിൽ മറ്റേ ഇതിൻ്റെ പുറകെ പോയല്ലോ, അജിത്ത് റേസിങ്ങിനും പോയി. ഇനിയിപ്പോൾ ആര് തമിഴ്നാട് സംരക്ഷിക്കും? തുപ്പാക്കി പിടി തുപ്പാക്കി ആയി കിട്ടിയില്ലേ. അപ്പോൾ ഇനി ട്രെയിലർ വരട്ടെ. ഏപ്രിൽ 10 റിലീസ്. ഒരു മാസമുണ്ട്. ഒരു മാസത്തിൽ ട്രെയിലർ, പാട്ട്, പരിപാടിയൊക്കെ ഒന്ന് കൊഴുക്കും അല്ലേ?